നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ രൂപത്തിലും ഭാവത്തിലും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ കൊഴുക്കട്ടയിൽ ചേർത്തിട്ടില്ലെന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്നെല്ലാം ഒന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള അരിമാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പച്ചരി മാത്രം 1 മണിക്കൂർ കുതിർത്ത് മിക്സിയിൽ മിനിങ്ങാന്ന് ഒറോട്ടിക്ക് അരച്ചത് കണക്കെ അരച്ചതാണ്. അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഈ പരുവത്തിൽ കിട്ടും. അരച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം വെക്കുമ്പോൾ നല്ല ഒരു കട്ടി രൂപത്തിൽ തന്നെ കിട്ടും അത്. അപ്പോൾ അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാനുള്ള കുറച്ച് സാധനം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് മുന്തിരി, വെല്ലം, തേങ്ങ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് നന്നായി ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകണം. നമ്മൾ ഇതിനൊന്നിച്ച് വെല്ലം കൂടി ചേർക്കുന്നുണ്ട്. ആ വെല്ലം കൂടി ഉരുകി തേങ്ങയും മുന്തിരിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന അത്ര സമയം ഇതാക്കിയാൽ മതി. അതിൽ കൂടുതൽ ഇങ്ങനെ മുരിച്ചെടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തേങ്ങ നന്നായി ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെല്ലം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്ക്. ഇത് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം നമുക്കിങ്ങനെ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരിമാവ് എടുത്ത് വെച്ചിരിക്കുന്ന കുഴച്ച് വെച്ചാൽ കണ്ടില്ല, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഉരുളകളാക്കിയിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ ആക്കാം. അത് വന്നിട്ട് നമുക്കതിനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് നടുഭാഗം ഈ കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇതാക്കാം. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയും മുന്തിരിയും വെല്ലം കൂടി ചേരുമ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാനിത് അപ്പച്ചമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഇത് കറിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കാം നമുക്ക്. അന്നേരം അവർക്കത് കാണുമ്പോൾ ഇഷ്ടപ്പെടുമല്ലോ. ഒന്നും ഒരു ഉണ്ടാന്ന് കാണുമ്പോൾ അവർക്ക് അതിനോടൊരു ഇതുണ്ടായില്ല. അപ്പോൾ അതിൽ വേണ്ടി നമ്മൾ ചെറിയൊരു തോതിൽ എന്തെങ്കിലും ഒരു രൂപ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്കും എല്ലാം നന്നായി ഇഷ്ടപ്പെടും. നമുക്കിനി ചെറിയൊരു ഷേപ്പ് മാറ്റി വെച്ചിതാക്കാം. കുറച്ച് നീളത്തിൽ പരത്തിയെടുത്ത് അതിനുള്ളിലേക്ക് നമുക്ക് ഈ കൂട്ടി ചേർത്തിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഇതിങ്ങനെ ആക്കിയത് നമ്മൾ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാനിന്നിപ്പോൾ എണ്ണയിലിട്ട് പൊരിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ നമ്മളെ കൊഴുക്കട്ടയുടെ കൂടെ തന്നെ ഇത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നതാണ്. 2 കരകളും ഈ ഫില്ല് ചെയ്ത സാധനം പുറത്ത് വരാത്ത രീതിയിൽ നമുക്കിതിനെ തമ്മിൽ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് പല പല ഷേപ്പിലാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഷേപ്പിലാക്കിയിട്ട് കൊടുക്കാം. അന്നേരം അവരത് കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റോട് കൂടിയ ഒരു പലഹാരമാണിത്. കണ്ടില്ലേ, ഇതുകൊണ്ടൊക്കെ ഏതെങ്കിലും ഷേപ്പിലാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഉള്ളിൽ ഇത് കവർ ചെയ്തിട്ട്. അപ്പം അങ്ങനെ നമ്മളെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കാണാനും രസമുണ്ട്, കഴിക്കാനും നല്ല ഭംഗി ടേസ്റ്റാണ്. കണ്ടില്ലേ. അപ്പം ഞാൻ കൊഴുക്കട്ട കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.